സാധ്യതകൾ ആനയെ പേടിച്ച് ഓടി ഒളിക്കുന്ന ഒരു നാട്. പത്തനാപുരം മണ്ഡലത്തിലെ കറവൂറിനപ്പുറം മഹാദേവർമൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ആന നടത്തുന്ന താണ്ഡവത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ചക്ക തിന്നാനായി എത്തുന്ന ആനകൾ ചക്ക കിട്ടിയില്ലെങ്കിൽ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. ആനയെ പേടിച്ച് വീട് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലത്തേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. എന്താണ് പ്രതിവിധി? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ, ചർച്ച ചെയ്യുകയാണ്. ആനയെ പേടിയില്ലാതെ എങ്ങനെ മഹാദേവർമൺ നിവാസികൾക്ക് ജീവിക്കാൻ കഴിയും? നമ്മളിപ്പോഴുള്ളത് അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ ചണ്ണക്കാമൺ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. കഴിഞ്ഞ 7 ദിവസമായി ഒരാന ഇവിടെ കൃഷിയിടത്തിൽ നിലകൊള്ളുകയാണ്. നാട്ടുകാരെ വിറപ്പിച്ച് ചക്ക തിന്നാനാണ് എത്തുന്നത്. ചക്ക കിട്ടിയില്ലെങ്കിൽ കൃഷിയിടത്തിലിറങ്ങി വ്യാപകമായ നാശനഷ്ടം വിതയ്ക്കുകയാണ്. പക്ഷേ കൃഷിയിടത്തിലിറങ്ങിയ ഒരു കൃഷിയും ഇത് കഴിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓണത്തിന് ലക്ഷ്യം വെച്ച് കൃഷി നടത്തിയ കുറേ കർഷകരുടെ കൃഷിയിടത്തിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ആന ഇവിടെ എത്തി ഈ കൃഷി വിളകൾ വ്യാപകമായി നശിപ്പിച്ചത്. അപ്പോൾ ആനയെ കണ്ട ഈ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളൊപ്പമുണ്ട്. ഈ ആന എത്ര ദിവസമായിട്ട് ഇവിടെ നിലകൊള്ളുന്നു? 7 ദിവസം കൊണ്ട് ആന ഇവിടെ തന്നെ ഉണ്ട്. 7 ദിവസം കൊണ്ട് അത് പിന്നെ എത്ര ഓടിച്ചാലും ഇത് ഇവിടുന്ന് മാറത്തില്ല. ഫോറസ്റ്റുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഓടിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. പക്ഷെ എന്ത് ചെയ്താലും ആന ഇവിടുന്ന് മാറത്തില്ല. ആനയ്ക്ക് എന്തോ വൈരാഗ്യ ബുദ്ധി പോലെ തോന്നുന്നു. ആഹാരം ഇല്ലാഞ്ഞിട്ട്, മലയിൽ ആഹാരം ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും ആന നാട്ടിൽ ചാടുന്നത്. നാട്ടിൽ ചാടി കിട്ടുന്നത് മൊത്തം തിന്നുക, നശിപ്പിക്കുക. അതേ കമുക്, തെങ്ങ്, വാഴ, മരച്ചീനി, പിന്നെ ബാക്കി കാണുന്ന കൃഷികളെല്ലാം നശിപ്പിക്കുക. പ്ലാവുകളെല്ലാം ആനയെ പേടിച്ച് വെട്ടിമാറ്റിയ ഒരു സ്ഥിതിയാണ്. അതാണ് ഇപ്പൊ മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്നത്. പ്ലാവ് മൊത്തം നശിപ്പിച്ച് കളയാനേ വെക്കൂ. അത് വിറ്റാലോട്ട് വിലയും കിട്ടുന്നില്ല. കാര്യം ഈ ഒരു അവസരം മുതലാക്കി കച്ചവടക്കാരും വില താത്തു പറയുകയാണ്. കാര്യം ആനശല്യം കാരണം ഇത് നമുക്ക് ഇവിടുന്ന് ഇത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർ വില കുറച്ച് എന്ത് തുച്ഛമായ വിലക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സഹിക്കാവുന്നതിന്റെ പരമാവധിയായി ഇപ്പൊ അതും വിശേഷിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അല്ല, എന്തൊക്കെ കൃഷി വിളകളാണ് നമ്മൾ ഈ ഓണം ലക്ഷ്യം വെച്ച് ഇവിടെ നടത്തി? ഓണം ലക്ഷ്യം വെച്ച് നമ്മൾ നട്ടത് കപ്പ നട്ടതായിരുന്നു. ഒരു 10-50,000 രൂപയുടെ കപ്പ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ വർഷവും ഇത് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ പന്നി, അല്ലെന്നുണ്ടെങ്കിൽ ആന, അല്ലെങ്കിൽ പ്ലാവ്. ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് ഇവിടെ പുറത്ത് മുട്ടിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും സർക്കാരിലോ ആരെ പിന്നെ അറിയിച്ചാലും ഇതിനൊന്നും ഒരു പ്രതിവിധി നമ്മൾ കാണുന്നില്ല. കാര്യം ഫോറസ്റ്റുകാർ പിന്നെ വന്ന് ആനയെ ഓടിക്കാൻ നോക്കും. ആന ഓടത്തില്ല. അച്ഛൻ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞാനിപ്പോ 42-44 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുക. ഈ 44 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആനശല്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ആനശല്യം. മറ്റേത് ആന എതിലെങ്കിലും വന്ന് പോകുന്നതല്ലാതെ അതൊന്നും നമ്മുടെ പുരയിടത്തിലെങ്ങും ഇറങ്ങത്തില്ല. ആന വെളിയിൽ കൂടെ ഒക്കെ പോകുന്നതല്ലാതെ നമ്മുടെ പുരയിടത്തിലെങ്ങും ഇറങ്ങാറില്ല. ഈ പ്രാവശ്യം ഇതിപ്പോ ഈ ആന വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പുരയിടത്തിൽ തന്നെ തമ്പടിക്കുക, ക്യാമ്പ് ചെയ്യുന്നത് നമ്മുടെ പുരയിടത്തിലാണ്. അഥവാ ആൾക്കാരെല്ലാം കൂടെ ഓടിച്ചാൽ അല്പം അങ്ങോട്ട് മലയിലോട്ട് കയറും, അതുപോലെ തിരിച്ചിറങ്ങി വരും. അല്ല, ഇതുപോലെ ആനശല്യമുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വരും. സന്യാസിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആനയായിരുന്നു. അതിന് കുറച്ച് മുകളിലോട്ട് മാറി ഒരു കോളനിയിൽ വന്നപ്പോൾ
ആനയും കുട്ടികളും ഉൾപ്പെടെ 6 ആനകൾ. ഇവിടെ എത്ര ആനകളാണ് വന്നത്? ഇവിടെ ഇപ്പൊ മെയിനായിട്ട് വരുന്ന 3 ആനയാ. അതിൽ ഏറ്റവും വലിയ ശല്യമായിട്ട് ഇറങ്ങുന്നത് ഈ ഒരു ആന. ഇവിടെ ഇറങ്ങുന്ന ഒരു ആനയാ. ഭയങ്കര വലിപ്പമുള്ള ആനയാ. സാധാരണ ആനകൾക്ക് വലിപ്പമുണ്ട്. പിന്നെ തന്നെയല്ല, അതിനെ ഈ ചെവിയൊക്കെ അല്ലയോ എന്തോ പടക്കം പൊട്ടിച്ചാലും എന്ത് ചെയ്താലും അത് ഇവിടുന്ന് ചലിക്കത്തില്ല. ഈ ആനയെ ഓടിക്കാൻ വേണ്ടി നമ്മൾ പടക്കം പൊട്ടിക്കുകയോ പാട്ട കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പാട്ട പൊട്ടുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഡൈനാമിറ്റ് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പൊ ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പിന്നെ പന്തം കൊണ്ട് പിന്നെ എറിയുക, തീപ്പന്തം എറിയുക. അതും ഏൽക്കുന്നില്ല. ഇത് അനങ്ങത്തില്ല. ഒരു നിപ്പ് നിൽക്കുക, വട്ടമുള്ള എല്ലാം പറിക്കുക, അങ്ങോട്ട് മാറി നിൽക്കുക, അതിനപ്പുറത്തോട്ടുള്ളത് പറിക്കുക, തിന്നുക. ഇതാ പരിപാടി. സത്യം പറഞ്ഞാൽ നിങ്ങള് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഉറക്കം നഷ്ടമായി. 7 ദിവസമായി ഉറങ്ങിയിട്ട്. പകലാണ് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുതൽ ഉറങ്ങാനൊക്കത്തില്ല. അതുവരെ നമ്മൾ ഈ ഇതിന്റെ പുറകിലാണ്. കൃഷിയും കാര്യങ്ങളും ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് നോക്കണ്ടേ. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും ആദായം കിട്ടാൻ സാധ്യതയില്ല. അല്ല, നമ്മൾ ഈ ആനയുടെ ഉപദ്രവം കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത് നമ്മളൊന്ന് ഈ ആനയെ ഓടിച്ചു വിടണം എന്നാവശ്യപ്പെട്ട് നമ്മൾ വനം വകുപ്പിനോടോ നമ്മുടെ മറ്റ് ജനപ്രതിനിധികളോടോ ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇന്നലെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടു പിന്നെ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ അവർ പറയുന്നത് ഞങ്ങൾക്ക് മേളോട്ട് റിപ്പോർട്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ മേളോട്ട് റിപ്പോർട്ട് ചെയ്താൽ അവർ ചോദിച്ചു നിന്നെയൊക്കെ പിന്നെ എന്തിനാ അവിടെ നിയോഗിച്ചിരിക്കുന്ന ആനയെ ഓടിക്കാനില്ലയോ? ഇതാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അവരെ കൊണ്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അവരിവിടെ വന്ന് 4-5 പേര് വരിക, ആനയെ വിരട്ടി ഓടിക്കാൻ വെക്കുക, ലൈറ്റ് കൊണ്ട് പ്രകാശമുള്ള ലൈറ്റ് വെച്ച് അടിച്ച് ഓടിക്കാനൊക്കെ നോക്കുക. ഇതൊന്നും വിജയിക്കുന്നില്ല. മേലുദ്യോഗസ്ഥന്മാരും ഇത് അറിയത്തില്ലായിരിക്കും. ആനയെ കണ്ടിട്ട് പേടിച്ച് തിരിച്ചു വന്നിട്ടുണ്ടോ മക്കളെ? ആന റോഡിൽ പോകുന്ന വഴിക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെയൊക്കെ കണ്ടപ്പം പേടിയുണ്ടായിരുന്നു. ശരിക്ക് ഭയങ്കര വലിയ ആനയായിരുന്നു. അത് നമ്മളെ നോക്കിക്കൊണ്ട് വരാൻ വേണ്ടി നോക്കുമായിരുന്നു. അവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ട് എത്തിയപ്പോൾ അതിന് ഇറങ്ങാക്കാത്തതിന്റെ കൂട്ടായിപ്പോയി, ചതുപ്പായിപ്പോയി. അതുകൊണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ കയറാതെ മണ്ടയിലോട്ട് പോയി. വീടിന്റെ അടുത്തൊക്കെ വന്ന് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നും വീട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് താമസക്കാർക്ക്. 40-50 വർഷം ആയിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അന്ന് മുതൽ കാർഷിക വൃത്തി നടത്തി മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് പരിപാലിച്ച് ജീവിച്ചു വന്നവരാണ്. ഏറ്റെടുക്കണം എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പങ്കുവെച്ച ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ചോദിച്ചു. തമാശയ്ക്കാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഇവിടെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ 3-4 കാട്ടാനെ വളർത്തുന്നുണ്ടെന്ന്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സ്ഥിരം ഈ ആന എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് കണ്ടതാണ്. കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് വന്ന് 3:30 മണിയായപ്പോൾ ഒരാന വന്ന് വാഴയെല്ലാം എടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് പട്ടി ഓടിച്ചോണ്ട് ചെന്ന് വേറെ ആളുടെ വീട്ടിൽ ചെന്ന് കയറുകയും ചെയ്ത ആന. അതിപ്പോ 3-4 ഒരാഴ്ച കൊണ്ടേ ഉണ്ട് ഇവിടെ ആന. എന്നും 3 മണിക്ക് പിള്ളേരെ വിളിക്കാം. 3 മണിക്ക് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ആന കാട്ടി നിൽക്കും. നമ്മൾ ഫോറസ്റ്റുകാരോടെല്ലാം പറഞ്ഞ് അവരോട് വരുക പോവുക, വാച്ചർമാരെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ അവരാക്കാതെ ഇരിക്കുക. അവരോട് എന്താ പറഞ്ഞാലും അവര് വരുക പോവുക എന്നല്ലാതെ അവരെ കൊണ്ട് വേറെ നോക്കത്തില്ല. അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. ഇന്നലെ ഇവിടെ എല്ലാം ഇറങ്ങി ആന എടുത്ത് രാവിലെ 6:30 വന്നപ്പോൾ റോഡ് സൈഡിലേക്ക് ആന നിൽക്കുമായിരുന്നു. രാവിലെ. അങ്ങനെ എന്നും നിത്യമായ ഒരു സംഭവമാണിത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിള്ളേരെ കൊണ്ടുപോകാൻ ഇപ്പം പിള്ളേരെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത് ആന. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാനൊരു 10-35 വർഷം കൊണ്ട് ഇവിടെ താമസിക്കും. ആനയുടെ ശല്യം മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, കുറച്ച് ഇപ്പൊ 7-10 വർഷം കൊണ്ടേ ഉള്ളൂ. ഇപ്പൊ ആൾ കൂടും. ശല്യം ഭയങ്കര ശല്യമാണ്. ഭയങ്കര എത്ര എണ്ണത്തിലുണ്ടോ നമുക്ക് തീർത്ത് പറയാൻ പറ്റിയല്ല. എന്നാലും ഒരു 7-8 വരെ ഇങ്ങനെ നിരന്ന് കുഞ്ഞുങ്ങളും കുട്ടികളുമായിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കൂടുതൽ മേലോട്ട് ആണ്. അതാണ് എണ്ണത്തിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ലല്ലോ.
എങ്ങനെയുണ്ട് ഈ ആനയുടെ ശല്യം അതിഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ്. ആനയുടെ ശല്യം മുൻപും ആനയുടെ ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ ആകാത്ത വിധത്തിൽ അതിശക്തമായ അതിരൂക്ഷമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് സന്യാസിക്കോൺ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ ആനയുടെ ആക്രമണം പ്രദേശത്തുണ്ട് എങ്കിലും ഈ വീടിനകത്തേക്കും ഇത് ഈ റോഡ് ക്രോസ് ചെയ്ത് വീടുകളുടെ വളപ്പിലേക്കും ഒക്കെ വരുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അത്ര രൂക്ഷമായി വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ KFDCയുടെ ഒരു പറങ്കിമാം തോട്ടം ഇവിടെ ഉണ്ട്. അവർ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിൽ അവിടെ ആന തമ്പടിച്ച് പെരുങ്കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ആ വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഇരുവശങ്ങളിലും കാട് മൂടി കിടക്കുന്നതുകൊണ്ട് യാത്രികർക്ക് ആന വന്ന് കൂട്ടിമുട്ടിയതിനു ശേഷമേ കാണാൻ കഴിയൂ. KFDCയോട് പറയുമ്പോൾ അത് ഞങ്ങളുടെ വകുപ്പിലല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു രീതിയാണ് ഈ KFDC എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തുന്നത്. ഈ അലുമുക്ക് അച്ചൻകോവിൽ പാതയില് നമ്മൾ വരുന്ന വഴിക്കൊക്കെ സാധാരണ ഈ റോഡ് സൈഡിൽ ആനയൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുവാണെങ്കിൽ കാണാൻ വേണ്ടി കാട് വെട്ടി തെളിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് റോഡിന്റെ ഇരുവശങ്ങളിലും തൊഴിലുറപ്പുകാർ ഇപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ പെരുന്തോയിലെയും മൈക്കാമൈനിലെയും കറവൂരിലെയും ഒക്കെ പൊതുപ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ ചേർന്ന് ഇരുവശങ്ങളിലും കാട് തെളിക്കുമായിരുന്നു. ഇത് നിരന്തരം ചെയ്തിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ അടുത്ത ദിവസമാണ് മ്ലാവിന്റെ ആക്രമണത്തിൽ ഒരാഴ്ചക്കാലം മാത്രമേ ആയുള്ളൂ പൂജാരിയായ മിഥുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആരംഭുന്ന ക്ഷേത്രത്തിലേക്ക് പോകും വഴി തലപ്പാക്കട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മ്ലാവുമായി കൂട്ടിയിടിച്ച് അദ്ദേഹത്തിന്റെ കൈയൊടിഞ്ഞു, തോളല്ല് പൊട്ടി, മുട്ടിനും കാലുകൾക്കും ഒക്കെ പരിക്ക് പറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മുൻപ് മ്ലാവ് ഇടിച്ച് മരണപ്പെട്ട ആ പ്രദേശത്ത് നിന്ന് 50 മീറ്റർ മാത്രം വ്യത്യാസമുള്ള അന്ന് മരണപ്പെട്ടത് യുവാവായ പ്രദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 7 ദിവസമായി ഒരു ആന ഒരു പ്രദേശത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. ഒരേ പ്രദേശത്ത് 7 ദിവസമായി നിൽക്കുകയാണ്. ഇന്നും നിങ്ങൾ ഒരല്പനേരം കൂടി നിൽക്കുകയാണെങ്കിൽ ഒന്ന് സന്ധ്യ മയങ്ങുന്ന സമയത്ത് ആന അവിടെ ഉണ്ട്. അവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം. ചണ്ണക്കാമണ്ണെന്ന് പറയുന്ന പ്രദേശത്ത്. ആ പ്രദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 4 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഫാമിംഗ് കോർപ്പറേഷനിൽ ആന ഉപദ്രവിച്ച് കൊല ചെയ്യപ്പെട്ട മരണപ്പെട്ട സുഗതൻ എന്ന് പറയുന്ന ആളിന്റെ വീട്ടുവളപ്പിലെ കൃഷിയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഈ സ്കൂൾ ബസ് വരുന്ന ഇത് 2 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു സ്കൂൾ ബസ് വരുമ്പോൾ രക്ഷിതാക്കൾ മൊത്തത്തിൽ ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോഴും തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാ ഈ കൂട്ടി നിൽക്കണം. കാരണം ഈ വനത്തിനായിട്ട് കയറി പോകുമ്പോൾ ഏത് സൈഡിൽ ആന നിൽക്കുന്നു പറയാൻ പറ്റിയ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ എല്ലാം ഈ രക്ഷിതാക്കൾ വീട്ടിൽ നിന്നും വന്ന് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ആനയുടെ ശല്യം? ആനയുടെ ശല്യം എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് ശല്യമാ. പോകുമ്പോഴെല്ലാം റോഡിലേക്ക് കാണാം, സൈഡിൽ കാണാം, വഴിയിൽ വളരെ ഭീതി ഭയങ്കര ഇതാട്ടോ. കുട്ടികളെ ഇറക്കി വിടാൻ പോലും ഒക്കത്തില്ല. അതെ, ഈ 100 കണക്കിന് കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. മക്കളെ, ആനയെ കണ്ട ആരാ ഉള്ളേ? മോളെ, ആനയെ പേടിച്ചാണോ നമ്മൾ പോകുന്നത്? എവിടെ ആനയെ കണ്ടായിരുന്നോ മോള്?
അവിടെ പാലത്തിന്റെ അവിടെ വെച്ച് കണ്ട്. സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്കോ? ആ സ്കൂളിൽ പോകാൻ വന്നപ്പോഴോ? ഇത്തരം വളരെ ചെറിയ കുട്ടികളാണ് ഈ ഇപ്പം ഒരു 4 മണി സമയമാകുമ്പോൾ തന്നെ ഇവിടെ നല്ല ഇരുട്ടാണ്. ഈ സമയത്ത് ഈ കുട്ടികൾ ഉൾപ്പെടെ വന്നിട്ട് രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ, രക്ഷിതാക്കൾ വരാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കൊച്ചു കുട്ടി ഇവിടെ പെട്ടുപോയാൽ അത് അകപ്പെട്ടു പോകുന്ന തന്നെ ഒരു അവസ്ഥയാണ്. ഞങ്ങളില്ലേ എപ്പോഴും കേറി പോകുമ്പോ അവിടെ ആന നിൽക്കും. ഞങ്ങള് ഇറങ്ങി വരുമ്പോ എപ്പോഴും അവിടെ ആന നിൽക്കും. സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ? പിന്നെ രാവിലെയൊക്കെ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരും. വന്നിട്ട് അവിടെ ഓരോന്ന് എടുത്തോണ്ടൊക്കെ പോകും. എന്തൊക്കെ ശല്യം ചെയ്യുന്നത്? അത് വാഴയൊക്കെ എടുത്തോണ്ട് പോകും, ചക്ക എടുത്തും, പിന്നെ അവിടെ എല്ലാം ഒടിച്ച് മരങ്ങളൊക്കെ റോഡിലോട്ട് ഇടും. സന്ധ്യയപ്പോഴും വരാന വന്ന് പല പ്രാവശ്യം ഇവരൊന്ന് ഓടിച്ച് ദൂരെ പോയിട്ട് വീണ്ടും വരും. അവരങ്ങോട്ട് മറയുമ്പോഴത്തേക്ക് വരും. ഇന്നലെ നേരം വെളുപ്പോളം പുറത്തിട്ടുണ്ടായിരുന്നു. എത്ര ദിവസമായിട്ട് ആന ഇവിടെ നിലകൊള്ളുന്നു? ഇതിന്നിപ്പോ 5ാമത്തെ ദിവസം. 5ാം ദിവസം. സാധാരണ എത്ര മണിക്കാണ് ഇതിങ്ങനെ ഇറങ്ങി വരുന്നത് ഇവിടെ? അത് സന്ധ്യ ആകുമ്പോഴേ ഇറങ്ങും. ആദ്യത്തെ ദിവസം രാവിലെ വന്നേ 6 മണിയായപ്പോഴും വന്നു. പിന്നെ പിറ്റേന്ന് തൊട്ട് സന്ധ്യക്ക് 6 മണിയാകുമ്പോഴും വരും. നമ്മുടെ എന്തെങ്കിലും കൃഷിവിളകൾ നശിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ ചീനി, ചേന, കുരുമുളക്, വാഴ, ചീനി എല്ലാം എടുത്ത്. എത്ര വർഷമായിട്ട് അമ്മയൊക്കെ ഇവിടെ താമസിക്കുന്നു? ഞങ്ങളോ? ഞാൻ 34 വർഷം കൊണ്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. ഈ 34 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നതിനിടയിൽ ഇത്തരം ഒരു കാട്ടാനയുടെ ആക്രമണം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാട്ടാന കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയായിരുന്നു. എന്നാലും ഇത്ര ഇതില്ലായിരുന്നു. അത് അവർ വന്ന് ഓടിക്കുമ്പോ അങ്ങ് പോകും. അല്ല, എന്നാൽ ഈ 35 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ 1-2 വർഷത്തിന് ശേഷമാണ്. അത്രേ ഉള്ളൂ. അപ്പം നിലവിൽ ഇപ്പൊ ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഞാനും എന്റെ മോനും ഭാര്യയും 2 കൊച്ചുമക്കളുണ്ട്. നിലവിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കറവൂർ ഫോറസ്റ്റ് സ്റ്റേഷന് തൊട്ട് അടുത്ത് സന്യാസിക്കോണ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ പ്രദേശവാസികൾ നിൽക്കുന്നവർ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അല്പം നിമിഷം മുമ്പ് വരെ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് പുറകുവശത്തായിട്ട് ആന നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഈ പ്രദേശത്ത് ഈ ആനയുടെ ശല്യം അതിരൂക്ഷമാണല്ലോ. അതെ. എങ്ങനെയാണ് ഇപ്പൊ ഈ ആനയുടെ ശല്യം, നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ നേടുന്നത്? ഇപ്പം രക്ഷ നേടാനെ കൊണ്ട് ഒരു മാർഗവും ഇല്ലാത്ത സ്ഥിതിയായി. ഈ 2 ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങോട്ടുള്ള ആക്രമണം ആ പാലത്തിന് തൊട്ടപ്പുറം, ആ തോടിനപ്പുറം വരെ ഉള്ളായിരുന്നു കൂടുതലായിട്ടുള്ളത്. അതും നേരെ മറിച്ച് ഈ കാടിലോട്ട് കയറുമെങ്കിലും ഇങ്ങോട്ടുള്ള അറ്റാക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസം കൊണ്ട് ഇതിലേ വന്ന് ഇങ്ങോട്ട് ഈ കാടിന്റെ സൈഡിൽ കൂടെ ഇറങ്ങി ഈ വീടുകൾ പിന്നെ പറമ്പ് മൊത്തം കയറി നേരെ ഇപ്പം എൻ്റെ വീട്ടിലെങ്കിലും യാതൊരു വിഷയം ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പം തീർത്തും 2 ദിവസം കൊണ്ട് തീർത്തും ഈ ഭാഗങ്ങളിൽ തന്നെയാണ് ഏറ്റവും വലിയ ദോഷം വിതച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമതൊരു ദിവസം ഈ 2 ദിവസത്തിന് മുമ്പേ എൻ്റെ സ്വന്തം മാമൻ്റെ വീടും തൊട്ട് മേളിലുണ്ട്. ആ മാമൻ്റെ വീട്ടിലും ഇത് തന്നെയായിരുന്നു ഗതി. അതായത് തൊട്ട് പുറകെ ചെന്ന പട്ടിയില്ലായിരുന്നെങ്കിൽ ആരും അറിയത്തുമില്ല. അവിടെ ചെന്ന് തൊട്ട് പറയുന്ന ഒരു വാഴ എടുത്തു. അതുപോലെ തന്നെ ഏറ്റവും ദുഷ്കരം ഈ നേരെ മറിച്ച് 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നേരെ മറിച്ച് ആനയുടെ ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്ലാവും മറിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അതായത് പ്രദീപ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മരിച്ചു. അന്ന് അവർ പറഞ്ഞ് ഏതാണ്ടൊക്കെ എല്ലാം അത്യാവശ്യം ചെയ്യണമെന്നൊക്കെ ചെയ്തു. പക്ഷെ ആ പെണ്ണിനോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ കിട്ടണമെന്ന് എന്തെങ്കിലും കിട്ടുമോ? 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാളും മരിക്കുന്ന ഒരു ആന, ഇനി ഒരു ആന അറ്റാക്കിങ് അച്ചൻകോവിൽ വയലിലൊക്കെ കേട്ടിട്ടുള്ളൂ. ഓലപ്പാറ അല്ലെങ്കിൽ അച്ചൻകോവിൽ മേലെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലെ ഇഞ്ചപ്പള്ളി, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ വന്നിട്ടുള്ളൂ. ഇപ്പം നേരെ മറിച്ച് ഈ പെരുന്തോൽ ഭാഗത്ത് കറവൂർ ഒരു ഫോർ സ്റ്റേഷൻ ഉണ്ട്. നേരെ ഓലപ്പാറ ഒരു ഫോർ സ്റ്റേഷൻ ഉണ്ട്. ഓലപ്പാറ കണ്ണയ്ക്കാമണ്ണ്. അത് കഴിഞ്ഞ് കടശ്ശേരി ഫോർ സ്റ്റേഷൻ ഉണ്ട്. നേരെ തൊട്ട് മേളിൽ തന്നെ കുരിശുമൂട് ഫോർ സ്റ്റേഷൻ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവരും നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട്. ഈ സംരക്ഷണം കൊണ്ട് മാത്രം ആന മാത്രം സംരക്ഷിച്ചാൽ മതിയോ? ആ ജനങ്ങളെ സംരക്ഷിക്കണ്ടേ? ഇന്ന് ആനയെ കണ്ട ഒരു ചേട്ടൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ആനയും അതുപോലെ കാട്ടുപോത്തിനെയൊക്കെ നേരിട്ട് കണ്ടാണ്. ഇന്ന് നമ്മളെ ആന എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പൊ തോടിന് അക്കലോട്ട് കയറിയിട്ടുണ്ട്. ഈ പറങ്കാലത്തോട്ട് പറങ്കാത്തോട്ട് ഇതിന്റെ ശല്യം ഇപ്പൊ രാത്രി സമയത്താണോ പകലാണോ? ഇതിപ്പോ രാത്രിയിലും ഉണ്ട് പകലും ഉണ്ട്. രാത്രി ഉള്ളായിരുന്നു. ഇപ്പൊ വന്ന് പകല് പോയി. ഒരു സമയം കഴിഞ്ഞ് കാണത്തില്ലായിരുന്നു. ഏത് സമയം ഇപ്പൊ ആനയാ നമുക്ക് രാത്രി പോലും അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ പകല് പോലും വണ്ടി ഓടിച്ച് നേരെ കൊണ്ടുപോകാത്ത കാട്ടുപോത്തുള്ളൂ. വലിയ കാട്ടുപോത്ത് 1 ടണ്ണ് സാധനമൊക്കെ, 1 ടണ്ണ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെയാ കാട്ടുപോത്ത്. അത് 2 എണ്ണം വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ 18 എണ്ണമൊക്കെ ഒരുമിച്ചിരിക്കുന്നു. ഈ സന്യാസിക്കോണ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിലെ വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിന്ന് തൊട്ട് പുറകിലായിട്ട് തിരിഞ്ഞാൽ നമുക്ക് ജനവാസ മേഖലയാണ്. വീടുണ്ട്, താമസം കൊണ്ട് നിരന്തരം വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞ ദിവസം ആന ഒന്ന് ചവിട്ടി നശിപ്പിച്ചിട്ടാ പോയതാണ്. അവിടെ ഒടിച്ചിട്ടേക്കുന്നതാണ്. തൊട്ട് താഴെയുള്ള വാഴത്തോട്ടത്തിൽ ഇതുവഴി ഈ വേലിയൊക്കെ തകർത്ത് ഇതുവഴി ആന
ഇറങ്ങിയിട്ടുണ്ട്. അത് ആന ഇറങ്ങിയ അതിൻ്റെ കാൽപ്പാടുകളാണിത്. വേലി ചവിട്ടി പൊളിച്ചിറങ്ങിയതാണ്. തൊട്ട് താഴെ ഇറങ്ങിപ്പോയി കൃഷിയിടത്തിൽ കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ കാട്ടാനയെ പേടിച്ച് എങ്ങനെയാണ് ഇതുവഴി നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ഇതുവഴി നമ്മള് വണ്ടി ഇട്ടിട്ട് വരുമ്പോ രാത്രിയിലായാലും എപ്പോഴായാലും ആന റോഡിന് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുക. നമ്മൾ നമ്മുടെ വാഹനങ്ങളുടെ മുമ്പിലൊക്കെ വരാറുണ്ട്. വാഹനം മുന്നിൽ അപ്പൊ ഇറങ്ങിപ്പോകും. പക്ഷെ ഇതുവരെ ആർക്കും ഒരു ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ഭീകരമായി റോഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഉണ്ട്. കഴിഞ്ഞ ആഴ്ച റോഡിന് നടക്കി നിൽക്കുമായിരുന്നു. സന്ധ്യ സമയത്തോ? ഒരു 5:30 മണിയായപ്പോ 2 ബൈക്കുകാർ വീണ്. ഇവിടെ കണ്ണു എന്ന് പറയുന്നത് മേളത്തിൽ സുരേഷ് എന്ന് പറഞ്ഞ ആളും വീണ്. ആനയെ കണ്ട് പേടിച്ചു. ആനയുടെ കീഴിൽ പോയി കയറി. ഒരുത്തൻ കയറി ഓടി. അവന്റെ മൊബൈലൊക്കെ പോയി. അങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ നേർചിത്രം. സാധാരണക്കാരന്റെ അനുഭവങ്ങളാണ് അവർ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഇവിടെ നേരത്തെ ആന വരാതിരിക്കാൻ വേണ്ടി ഇവര് ഫെൻസിങ് ഇട്ടായിരുന്നു. ഫെൻസിങ് അത് ഒരു പൂർണ്ണ പരാജയമാണ്. ഫെൻസിങ് എന്ന് പറഞ്ഞത് കാര്യം ഇത് സംരക്ഷണമില്ല. ഒരിക്കൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരു സംരക്ഷണവും ഇല്ല. അത് കാട് കയറി വള്ളിപ്പടർപ്പം എല്ലാം ചുറ്റി കഴിയുമ്പോൾ ഇതിന്റെ ഇത് പോയി കഴിയും. പിന്നെ ബാറ്ററി സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി വീക്കായി പോകും. മോഷണമൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയും പോയിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കിടങ്ങെടുത്ത് കഴിഞ്ഞാൽ ആനയും മറ്റു മൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകാതിരിക്കും. അകത്തോട്ട് വരികയില്ല. കൃഷിക്ക് പുറത്ത് നമ്മുടെ ബൗണ്ടറിക്ക് വെളിയിലാവും അതെല്ലാം. നമ്മൾ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ, ഈ കാട്ടാന ആക്രമണം നടക്കുന്ന ഈ മേഖലയിൽ ചർച്ച നടത്തിയപ്പോൾ പൊതുവായി ഉള്ള ഒരു വികാരം കിടങ്ങുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കിടങ്ങുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട ഭീമമായ ഒരു ചെലവ് അത് സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇത്തരം വന്യമൃഗങ്ങൾ ഇവിടെ എത്തി ആക്രമണം നടത്താൻ പ്രധാന കാരണമാകുന്നത്. മാന്യമായ അതിന് നിശ്ചിത അനുപാതത്തിലുള്ള കിടങ്ങ് സ്ഥാപിച്ചാൽ ആനകൾ നാട്ടിലെത്താതെ തടയാൻ സാധിക്കും എന്നാണ് പൊതുജനങ്ങൾ നമുക്ക് നൽകുന്ന അഭിപ്രായം. ഇത് ഇവിടെ ഇവർ ചെയ്ത കൃഷിയാണ്. ഇത് വളരെ പ്രായം കുറഞ്ഞ, ഇത് ഇനിയും ഒരു 2 മാസമെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു കച്ചവടത്തിനായിട്ട് ചെലവഴിക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള ചീനി ഉൾപ്പെടെയുള്ള കൃഷിവിളകളാണ് നശിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ കുട്ടികൾ ഏറ്റവും ഒരു ഭീകരാവസ്ഥ നേരിടുന്ന വെച്ചാൽ ഈ സ്കൂളിൽ പോകുന്നതിന് ഈ പ്രദേശത്ത് ഇത് നമ്മുടെ ഈ ഒരു വനമേഖലയോട് ചേർന്ന് ചതുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും 1.5-2 കിലോമീറ്റർ നടന്നിട്ട് വേണം കുട്ടികൾ സ്കൂളിലെത്താൻ, റോഡിൽ പോകാൻ. അവിടെയാണ് സ്കൂൾ ബസ് എത്തുന്നത്. കുട്ടികൾ ഈ പോകുന്ന വഴിയിൽ ആനയെ കാണുന്നതും അവർ പേടിയോടെ സ്കൂളിൽ പോകാതെ തിരിച്ചു വരുന്നതും ഒക്കെ പ്രധാന സംഭവമാണ്. ചക്കക്കൊമ്പൻ പത്തനാപുരം നിയോജക മണ്ഡലത്തിൻ്റെ മലയോര മേഖലയിലും ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ദൃശ്യങ്ങളാണ് അലിമുക്ക് അച്ചൻകോവിൽ പാതയിലെ മൈക്കാമൺ, ചെമ്പനരുവി, കറവൂർ, മുള്ളുമല എന്നീ മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ചക്ക തരിക്കി വരുന്ന ആന ചക്ക ലഭിച്ചില്ലെങ്കിൽ പ്ലാവ് മൂളോടെ മറിച്ചിടും. അത്തരം ഒരു പ്ലാവിന് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. ആന മറിച്ചിട്ട ഒരു പ്ലാവാണിത്. ഈ പ്ലാവ് മറിച്ചിട്ടും ചക്ക ലഭിക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൃഷിയിടത്തിലിറങ്ങും. കൃഷി വ്യാപകമായി നശിപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതേ പ്രവൃത്തിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആനകളെ നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഇവിടം വിട്ടൊഴിഞ്ഞ് വർഷങ്ങളായി 40, 45, 50 വർഷമായി ഇവിടെ താമസിച്ചവർ അവരുടെ വീടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്.